ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കളക്ഷൻസ് ആണ്. കുറച്ചൊക്കെ ജീൻസ്, ടീഷർട്ട്, പിന്നെ ബോഡി കോൺട്രസ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് വെച്ച് ഫസ്റ്റ് തുടങ്ങാമല്ലോ. അപ്പോൾ ഇട്ടിരിക്കുന്നത് വെച്ച് ഫസ്റ്റ് തുടങ്ങിയേക്കാളും മുന്നേ നമുക്ക് ഈ വീഡിയോയിൽ ആരാ സംസാരിക്കണമെന്ന് അറിയണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഞാൻ ഇട്ടിരിക്കുന്നത് വെച്ചിട്ട് തന്നെ ഒരു ബോഡിക്കോൺ സ്റ്റൈലിലുള്ള ഒരു ബോഡിക്കോൺ സ്റ്റൈൽ മീൻസ് ബോഡിക്കോൺ ഡ്രസ്സ് തന്നെയാണ്. സിമ്പിൾ സോളിഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ബ്ലാക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ഇതിൽ സ്ലീവ്ലെസ് ആണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഇതിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു യോക്ക് പോർഷനിലുള്ള ഈ ഒരു സിബിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഇപ്പോൾ ആമസോൺ സൈറ്റിലൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ അതിൽ സിബ് ക്ലോസ്ഡ് ആയിട്ടായിരുന്നു കിടക്കണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടി സ്റ്റൈലിഷ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ സിബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നർ യൂസ് ചെയ്തത് H&M ബ്രാൻഡിൻ്റെ നമ്മുടെ സ്പെഗറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യും, വേണ്ടെങ്കിൽ വേണ്ട, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ലൈക്ര മെറ്റീരിയലിലുള്ള ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്ട്രെച്ചബിളാണ്, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അനുസരിച്ച് നിൽക്കും. ഇത് മേടിച്ചപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നമുക്കൊക്കെ ടമ്മി ടക്കർ ഉള്ളത് കൊണ്ട് ഇത് എങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഫിനിഷിങ് ലുക്ക് ആയിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ല. ഇനി ബാക്കിയൊക്കെ നിങ്ങളാണ് വിലയിരുത്തുന്നത്, അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ അങ്ങോട്ട് വരട്ടെ പോരട്ടെ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ എവിടെ നിന്നാണ് കിട്ടണമെന്ന് അറിയണ്ടേ? ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. സൈസ് ലാർജ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഫുട്വെയർ JM ലുക്സ് ബ്രാൻഡിൽ നിന്നാണ്. ഈ ഒരു സെയിം മോഡലിൽ തന്നെ നമുക്ക് JM ലുക്സിലുണ്ട്, അതുപോലെ ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നുണ്ട്. അങ്ങനെ പല ബ്രാൻഡ്സിൽ സെയിം മോഡൽ നമുക്ക് കാണാൻ പറ്റും. ഫിനിഷിംഗ് വൈസ് അടിപൊളിയാണ്. നമുക്ക് ഇടുമ്പോൾ ഷൂ ബൈറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കുന്നത്. ആ ഒരു പ്രശ്നം ഇതിലില്ല. പിന്നെ ഇതിൻ്റെ കുറച്ച് പോയിന്റിലാണ്. അപ്പോൾ കംഫർട്ടബിൾ ചിലവർക്കായിരിക്കില്ല, ചിലവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. എന്തായാലും എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇട്ട് നടക്കൊക്കെ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഫുൾ ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു 8-9 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബക്കൽ ടൈപ്പാണ് ഇത് മോഡൽ വരുന്നത്. സിക്സ് ക്രോസ് ആ ഒരു ടൈപ്പാണ് ഫ്രണ്ട് പോർഷനിൽ. അതുകൊണ്ട് തന്നെ കാലിൻ്റെ അവിടെ നിന്ന് കാല് ഒരു സ്ഥലത്തേക്കും പോവില്ല, ഷൂ വേറെ സ്ഥലത്തേക്കും പോവില്ല, രണ്ടും ഒരുപോലെ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആണ്, ഫിനിഷിംഗ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സാധാരണ നമ്മൾ ചെരുപ്പിടുമ്പോൾ ചില ചെരുപ്പൊക്കെ നമ്മൾ ഇട്ട് നടക്കുമ്പോഴേക്കും ചെരുപ്പ് വല്ലയിടത്തും കാല് വല്ലയിടത്തായിരിക്കും. ഇത് അങ്ങനത്തെ പ്രശ്നമില്ല, ഫിറ്റായിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് കിടന്നോളും. സൈസ് 7 ആണ് മേടിച്ച്. ബോഡിക്കോൺ ഡ്രസ്സ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് 2 പീസാണ് വിത്ത് ജാക്കറ്റ് അടക്കം വരുന്നത്. ഇനി മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ലൈക്ര മെറ്റീരിയലാണ്, സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് അത് ഷേപ്പിൽ അങ്ങനെ വന്നോളൂ കേട്ടോ. ബോഡിക്ക് ഷേപ്പ് ഉണ്ടാവണോ അത് വേറൊരു കാര്യം. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2 പീസാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ബോഡിക്കോണാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ നമുക്കൊരു ജാക്കറ്റാണ്. ജാക്കറ്റും ഒരു പ്രത്യേക ഒരു ബ്ലേസർ ടൈപ്പ് ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയുമ്പോൾ ഒരു 2 സൈഡിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഇടണം എന്നിങ്ങനെ വിചാരിച്ചു, പക്ഷേ ഇത് ഇടാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റൈൽ പർപ്പസ് ആണ്. പിന്നെ ഒരു നീൻ്റെ താഴത്തേക്ക് ആ ഒരു ലെങ്ത്തിൽ നിൽക്കുന്ന ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സിറിൽ ബ്രാൻഡിൻ്റെ സോളിഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, ഒരു സിംഗിൾ ഷെയ്ഡിലാണ് വരുന്നത് ബോഡിക്കോൺ ഡ്രസ്സ്. ഇതിൽ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് ഡീറ്റെയിലിംഗ് കിട്ടും. ഇനി സൈസാണ് അറിയേണ്ടത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പെർഫെക്റ്റ് തന്നെയായിരിക്കും നമ്മൾ ഏത് സൈസ് മേടിച്ചാലും. കാരണം ഇത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ, ലൈക്ര ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് അങ്ങനെ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ കംഫർട്ടബിൾ ആണ്. ലൈക്ര ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. സിറിൽ ബ്രാൻഡിൻ്റെ ഹൈ സ്റ്റാർ ബ്രാൻഡിൻ്റെ ഷർട്ടാണ് കേട്ടോ. ഇത് കോട്ടൺ മിക്സ് ആയിട്ട്, പ്യുവർ കോട്ടനും അല്ല എന്നാൽ ലിനനും അല്ല, കോട്ടൺ ലിനൻ മിക്സ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. പക്ക നമുക്ക് സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ്. ഇതിൽ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. വൈറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ 2 ഷെയ്ഡ് ഉണ്ടെങ്കിൽ പിന്നെ വിടയില്ല. അപ്പോൾ ഈ ഒരു ഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണുമ്പോൾ സിമ്പിളാണ്, കംഫർട്ടബിൾ ആണ്. അതുപോലെ 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് ഓവർ സൈസാണ്, ആ ഒരു കാര്യം പറയാനുണ്ട്. ഓവർ സൈസ് ഷർട്ടാണ് ഇത്. നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ കുറച്ചിങ്ങനെ താന്ന് കിടക്കും, കുറച്ച് ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് വരുന്നത്. എന്നാൽ റെഗുലർ ഫിറ്റ് അങ്ങനെയൊന്നുമല്ല. ഇതിനി നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം, ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇത് എങ്ങനെ പെയർ ചെയ്താലും ഇതിൻ്റെ ഒരു സ്റ്റൈല് വേറെ തന്നെ, ഒരു വേറെ ലെവൽ എന്ന് പറയില്ലേ. അപ്പോൾ
ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ ലാർജാണ്. നമ്മൾ സാധാരണ കുർത്തേരെ സൈസ് മേടിക്കുന്നത് ആ ഒരു സെയിം സൈസ് തന്നെയാണ് ലാർജ് മേടിച്ചിരിക്കുന്നത്. ഓവർ സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല ലൂസിലായിട്ട് കിടക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ, ഇപ്പോഴത്തെ ഒരു ഫാഷനല്ലേ. അപ്പം ബ്രാൻഡ് ഹൈ സ്റ്റാർ ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള പാൻറ്റ് US പോളോ ബ്രാൻഡിൻ്റെ പാൻറ്റാണ് വരുന്നത്. 32 ആണ് കേട്ടോ സൈസ് വരുന്നത്. 34 ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് ലൂസാണ്. സാധാരണ നോർമൽ 34 ഒക്കെയാണ് വരാറ്. പക്ഷേ 34 വേണ്ട, ഇപ്പോൾ 32 ഒക്കെ മതിയാവും ഈ ഒരു ബ്രാൻഡഡിൽ വരുമ്പോൾ കേട്ടോ. അപ്പോൾ US പോളോ ബ്രാൻഡിൻ്റെ ഇതിലും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 32 ആണ് സൈസ്. ഹൈ സ്റ്റാർ ബ്രാൻഡിൽ നിന്നുള്ള ഷർട്ടാണ് കേട്ടോ. ടോട്ടലി ഹൈലി 101% റെക്കമെൻഡ് ഷർട്ട് എന്ന് പറയുമ്പോൾ, കാരണം കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നോർമൽ കോട്ടൺ അല്ല, ഇതൊരു സോഫ്റ്റ് കോട്ടൺ, നല്ല ക്യൂട്ട് പ്രിറ്റി, അതുപോലെ കംഫർട്ടബിളുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സോഫ്റ്റ് മൽമൽ കോട്ടൺ എന്നൊക്കെ പറയാം, അതിനേക്കാളും സോഫ്റ്റ് കേട്ടോ. ഇനി ഇതിൻ്റെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, അത്ര വലിയ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈൻ പോയിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇട്ട് വരുമ്പോൾ ഏതൊരു കാലാവസ്ഥയ്ക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഷർട്ട്. ഇനി ഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈലോ സ്റ്റൈലിലാണ് ഇത് വരുന്നത്. ബാക്കിൽ കുറച്ച് ലെങ്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയിട്ടാണ്. നമ്മൾ നോർമലി ഒരു ബാക്കിൽ ഇങ്ങനെ വൃത്തികേടാവാത്ത വിധത്തിലുള്ള ഷർട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ഹൈ സ്റ്റാർ എന്നുള്ള ബ്രാൻഡ്, അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല, ആ ഒരു ഇംപ്രഷൻ എനിക്ക് എന്തായാലും ഈ ഒരു ഷർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ ഒരു ഷർട്ട് ടൈപ്പാണ്, വേറെ പ്രത്യേകിച്ച് എന്താണ് കംഫർട്ടബിളുടെ കാര്യത്തിൽ അത് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ കുർത്തീസിലൊക്കെ ഞാൻ മേടിക്കുന്നത് ലാർജ് സൈസാണ്. അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഞാൻ ലാർജ് സൈസ് മേടിച്ചത്. പക്ഷേ ഈ ഒരു ലാർജ് സൈസ് കുറച്ച് ലൂസായിട്ടുണ്ട്. ആക്ച്വലി ഇത് ഓവർ സൈസ് ഷർട്ടാണ്, എന്നാൽ പോലും നമ്മൾക്ക് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ സൈസിനുള്ളത് വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ 2 സൈസ് മേടിക്കാണ്ട് അതിൻ്റെ ഒരു സൈസ് അല്ലെങ്കിൽ 2 സൈസ് കുറവ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്തായാലും ഇതാ ഒരു ഹൈലി റെക്കമെൻഡ് പീസാണ്. അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ട് കേട്ടോ. 1000 റുപ്പീസാണ് ഈ ഒരു ഷർട്ടിൻ്റെ റേറ്റ് വരുന്നത്. ഇനി ഇതിൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിൽ തന്നെ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെ ബ്ലൂവിൻ്റെ കളറുകൾ ഇങ്ങനെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, കാശൊക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്തായാലും ഇതിൻ്റെ കളക്ഷൻസ് ഇനിയും റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്, കാരണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ഫൈനൽ ഡേ ആണ്. ഇന്ന് 12 മണി വരെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണുന്നവരൊക്കെ ആണെങ്കിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് പർച്ചേസ് ചെയ്തോ. റേറ്റ് കുറവുണ്ട്, ഇതിനൊക്കെ റേറ്റൊക്കെ ജസ്റ്റ് 500 ആ ഒരു റേഞ്ചിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിലുള്ള സമയത്ത് മേടിക്കാൻ നോക്കാം. പിന്നെ ഇപ്പോൾ ഇന്നത്തെ സെയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ നാളെയാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട. ആമസോണിൽ എപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ ഒരു സെയിലായിരുന്നു, സമ്മർ സെയിൽ ആയിരുന്നു. മീൻസ് ഇന്ന് സെയിൽ ഉണ്ട്, ലാസ്റ്റ് ഡേറ്റ് ആണ്, മിസ് ചെയ്യേണ്ട. ഇനിയും സെയിൽസ് അപ്കമ്മിങ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇൻഫർമേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് കുത്തിയാൽ മതി, ഡയറക്റ്റ് ആമസോണിൽ പോകും. പിന്നെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യണേ അതുപോലെ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.